കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം. ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അത്തറിന്റെ കുപ്പിയാണ്. അതുപോലെ ചോയിങ്കം ഇത് ഉപയോഗിച്ച് സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 ദിവസം മുമ്പ് വന്ന ഒരു ജസ്നസ് ബ്ലോഗ് എന്ന് പറയുന്ന ബ്ലോഗിൽ നിന്ന് വന്ന വീഡിയോ ആണ്. ഞാൻ അത് അന്ന് തന്നെ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്ന് വിചാരിച്ചത് ഇതൊരു പക്ഷെ ബോധവൽക്കരണ വീഡിയോ ആയിരിക്കും, ഞാൻ പരിപൂർണ്ണം കാണാതെ അത് വിട്ടുപോയി എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മയക്കുമരുന്ന് അതിഭീകരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ കുടുംബത്തിലേക്ക് അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉണ്ടോ എന്നുള്ളത് ഒരു വലിയ സംശയമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒട്ടുമിക്ക കുട്ടികൾക്കും ഇത് ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നുള്ള സ്കൂളിന്റെ പരിസരങ്ങളൊക്കെ നമ്മൾ വളരെയധികം നമ്മുടെ കുട്ടികളെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. കുഞ്ഞുങ്ങൾ പലപ്പോഴും എൻ്റെ കുട്ടി വഴിക്കുന്ന പോകില്ല, എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിൽ ഈ ആൺകുട്ടികളൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തിനാണ്? അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് വേറെ എന്തെങ്കിലും പ്രത്യേക വല്ല മണമുണ്ടോ? ഇപ്പോഴൊക്കെ അവർ ചെയ്യുന്നത് ഇത്തരം മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് വായിലൊക്കെ അത്രയൊക്കെ പൂശിട്ടാണ് വരുന്നത്. ഈ അത്ര എന്ന് പറയുന്നത് പലപ്പോഴും ഇസ്ലാമികമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര സുന്നത്തുള്ള കാര്യമാണ്. അത്ര പൂശ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് തൻ്റെ മകൻ വളരെ സുന്നത്തോടു കൂടി വളരെ ഭംഗിയായിട്ടൊന്നും പോകുന്നത് പലപ്പോഴും ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ അത്തറിപ്പ് വ്യാപകമായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഏതൊരു മതസ്ഥനായിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിട്ടെ, അത്ര ഉപയോഗിക്കുക, സ്പ്രേ ഉപയോഗിക്കുന്നതൊക്കെ സ്വാഭാവികമായിട്ടുണ്ട്. അപ്പൊ തൻ്റെ മക്കള് സ്പ്രേ ഉപയോഗിക്കുമ്പോൾ ഒരു നല്ല മണത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും അവനത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ പലപ്പോഴും ഇവർ കഴിച്ച മയക്കുമരുന്നിന്റെ സ്മെല്ല് പുറത്തേക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഇതൊക്കെ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ബബിൾ ഗം ചവച്ചുകൊണ്ട് നടക്കുക, ഇത്തരം ആളുകളൊക്കെ കൂടുതലായിട്ട് സൂക്ഷിക്കണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. എന്തായാലും ഒരു പാവ ഉമ്മയുടെ ഒരു ദുരവസ്ഥയിലേക്കാണ്. രാത്രി കിടന്നുറങ്ങാൻ പോലും ഒരു മകന്റെ മുമ്പിൽ, 10-20 വയസ്സായ മകന്റെ മുമ്പിൽ ഒന്ന് രാത്രി കിടന്നുറങ്ങാൻ പോലും ഭയപ്പെടുന്ന ഒരു ഉമ്മയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ആ ഉമ്മയ്ക്ക് ഭയപ്പെടാനുള്ള കാരണം ആ മകൻ ലൈംഗികമായിട്ട് ഒരിക്കലും അവർ ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു പ്രശ്നം കൂടിയാണ്. അതാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒന്ന് കേട്ടു നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളാക്കാം. നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ഒരുപക്ഷെ ഈ ഉമ്മച്ച് പറയുന്ന പോലെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കേണ്ടതാണ്. വളരെ പെട്ടെന്ന് അവരെ മറ്റു കാര്യങ്ങളിലേക്ക്, നിയമപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ് എന്നർത്ഥം. ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം. ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അത്തറിന്റെ കുപ്പിയാണ്. അതുപോലെ ചോയിങ്കം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ സാധനങ്ങൾ ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ്. ഇതെന്താ ഇടുക്കി ഗോൾഡ്? യു ഗെറ്റ് ദ ബെസ്റ്റ് സീറ്റ് ഇൻ ദ ഹൗസ്. ഇതൊന്നും എനിക്കറിയില്ല മോളെ. എന്നിട്ട് ഉമ്മ ശരിക്കും എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത്? രാത്രി ഇത് ഒരു ഉമ്മയുടെ ദുരവസ്ഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഉമ്മ തന്റെ മകന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത ഒരു ചെറിയ സഞ്ചി, അതിലുള്ളത് ഒരുപാട് മയക്കുമരുന്നുകളാണ്, പല തരത്തിലുള്ള മയക്കുമരുന്നുകളാണ്. ഉമ്മച്ചിക്ക് ഇത് അറിയില്ല, ഇത് പലത് എന്താന്ന് പോലും അറിയില്ല. ഉമ്മ വളരെയധികം അത്ഭുതത്തോടെ ജസ്നാസം പറയും ഈ ഒരു പെൺകുട്ടിയെ ഈ ഒരു യൂട്യൂബർ വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. തനിക്ക് സംഭവിച്ച പോലത്തെ ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഒരു ഉമ്മയ്ക്കും ഒരു അമ്മയ്ക്കും സംഭവിക്കരുത്. ഈ ലോകത്തിൽ തനിക്ക് സംഭവിച്ച പോലത്തെ ഒരു വലിയ ദുരന്തം കേരളത്തിൽ ഒരു മാതാപിതാക്കൾക്കും സംഭവിക്കരുതെന്ന് ഈ ഒരു പാവം സ്ത്രീ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ അത്ഭുതത്തോടല്ല, ഒരല്പം ഭയപ്പാടോടല്ലാതെ നമുക്കിത് കേട്ടിരിക്കാൻ പറ്റില്ല. ഒന്ന് കേട്ടു നോക്കൂ. വൈകിയൊക്കെ എത്താറുള്ളത്, പക്ഷെ നമുക്ക് കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ. പല നാളിൽ പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട്, കുട്ടി അങ്ങനെയാണ്, കുട്ടി ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ മക്കളെ നമ്മൾ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു, അവൻ ഇങ്ങനെ കണ്ടു, സിഗരറ്റ് വലിക്കുന്നത് കണ്ടു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒപ്പം നടക്കുന്നത് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അത്ര ആളുകളൊക്കെ പലർക്കും അറിയുന്നുണ്ടായിരിക്കും. അത്തരം ഒരു മോശം കൂട്ടുകെട്ടിൽ നടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാലും ഈ രക്ഷിതാക്കളൊക്കെ പറയുന്നത് എൻ്റെ കുട്ടിയെ ചെയ്യില്ല, എൻ്റെ കുട്ടി വളരെ മാന്യനാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പോലും അങ്ങനത്തെ ഒരു വലിയ എക്സാമ്പിൾ ഉണ്ട്. ഒരിക്കൽ ക്ലാസ് മുറിയിൽ ഇത് വിതരണം നടത്തിയിരുന്ന ഈ ഹാൻഡ്സ് പോലെ എന്തൊരു സംഗതി വിതരണം നടത്തിയിരുന്ന ഒരാളെ പിടിച്ചിട്ട് അവന്റെ ഉമ്മച്ച് വന്നിട്ട് ഉണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉമ്മച്ച് പറഞ്ഞത് എൻ്റെ മകത് ചെയ്തിട്ടില്ലെന്നാണ്. എൻ്റെ മകത് ചെയ്തിട്ടില്ലെന്ന് അവരാണയിട്ട് പറഞ്ഞു. അവസാനം അവന്റെ അടിവസ്ത്രത്തിനുള്ളിൽ നിന്ന് അവന്റെ സുഹൃത്ത് തന്നെ ഇത് വലിച്ചൂരിയെടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ ആ ഉമ്മ തലയുറ്റി വീണത് നമ്മളത് കണ്ടു നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം അതുവരെ ഉമ്മ വിശ്വസിച്ചത് തൻ്റെ മകൻ അത് ചെയ്യില്ല, ഒരു ചെറിയ പയ്യനാ, +1 പഠിക്കുന്ന ചെറിയ പയ്യനാ, അവന് ചെയ്യില്ലെന്ന് വിചാരിച്ചു എന്നുള്ളതാണ്.
പക്ഷേ അത് ചെയ്തു എന്നുള്ളതാണ് അപ്പോഴും അത്ഭുതം. പിന്നീട് അവനെ കൗൺസിലിംഗ് ചേർത്ത് അവൻ ആ സംഗതിയിൽ നിന്നൊക്കെ മാറി ഇപ്പൊ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നാണ് ഇപ്പം കിട്ടുന്ന വിവരം. എന്താ നല്ല രീതിയിൽ തന്നെ അവൻ ജീവിതം മുന്നോട്ട് പോകട്ടെ. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കടന്നു വരുന്നുണ്ട് അർത്ഥം. എന്തായാലും ബാക്കി കൂടി കേട്ട് കാണും. നമുക്കങ്ങനെ കാണാൻ കഴിയില്ലല്ലോ. അതെ, ഉമ്മാനോട് എന്താണ് എന്താ പറഞ്ഞെന്ന് കഴിഞ്ഞാല്, ഞാനൊരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട്. പൊതി മാത്രമല്ല, ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട്. പറ്റാത്ത ഒരുപാട് സാധനങ്ങൾ, കാരണം നമുക്കത് സൂക്ഷിക്കുക പ്രായോഗികമല്ല, നിയമത്തിന് വിധേയമല്ലല്ലോ. അപ്പൊ ഞാനത് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, നിയമത്തിന്റെ മുന്നിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത ചാനലിൽ, ഒരു പ്രമുഖ ചാനലിൽ വന്നൊരു ന്യൂസ് കണ്ടപ്പോ എനിക്ക് മോളെ വിളിക്കണമെന്ന് തോന്നി. എന്റെ മോനെ പോലെ പല കുട്ടികളും ഈ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ. കാരണം ഇതിനൊക്കെ ഓരോ കോഡ് ഭാഷയുണ്ട്, ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മളെ മക്കളല്ലേ, ഇത് വേറൊന്നും ആയിരിക്കൂലെന്ന്. പക്ഷെ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ്. അപ്പം അതിനെ കുറിച്ചൊന്ന് മോളോട് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ശരിക്കും എന്തായാലും ആ ഉമ്മച്ചി ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. കാരണം തനിക്ക് സംഭവിച്ചുള്ള പ്രശ്നം മറ്റാർക്കും സംഭവിക്കരുതെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇത് പലതും കണ്ടാൽ തന്നെ പല വീട്ടുകാർക്ക് അറിയില്ല ഇത് മയക്കുമരുന്ന് തന്നെയാണോ ഇതൊന്നും പല അറിയില്ല. പലപ്പോഴും രാത്രികളിലൊക്കെ ഇരുന്ന് മൊബൈലിലും മറ്റൊക്കെ ചാറ്റ് ചെയ്ത് മറ്റൊരു സംസാരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. രാത്രികളിൽ പലപ്പോഴും ഇപ്പൊ കാണുന്ന ഒരു വലിയ ട്രെൻഡ് എന്ന് പറയുന്നത്, അത് ട്രെൻഡിന് കുറ്റം പറയില്ല കേട്ടോ. ട്രെൻഡ് എന്ന് പറയുന്നത് രാത്രികളിലൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, രാത്രിയിൽ ഉറക്കമില്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോവുക എന്നതാണ്. ആ ബൈക്ക് എടുത്ത് കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ കറങ്ങിത്തിരിക്കുകയാണ്. ഈ കറങ്ങിത്തിരിക്കുന്ന ഇടയ്ക്ക് രാത്രികളിൽ ഇവരെവിടെ പോകുന്നു, എന്താണ് ശരിക്കും കഴിക്കുന്നത്, എത്ര സമയം എവിടെയൊക്കെ ചെലവഴിക്കുന്നു, ഇത്തരം വിവരങ്ങളൊന്നും പലപ്പോഴും വീട്ടുകാർക്ക് കിട്ടില്ല. അവരെപ്പോഴും കയറി വരുമ്പോഴും വാതിൽ തുറന്നു കൊടുക്കുന്നു, ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ഉറങ്ങാനായിട്ട് ഭക്ഷണമൊന്നും വേണ്ട ഞാൻ കഴിച്ചു പുറത്തുനിന്ന് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുന്നു. അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുന്ന ഈ പാവം രക്ഷിതാക്കൾ അങ്ങ് വിശ്വസിച്ച് പോകുന്നു. പക്ഷെ എന്താണ് ഭക്ഷണം തന്നെയാണ് അവൻ കഴിച്ചതെന്ന് അന്വേഷിക്കാൻ, അവൻ എവിടേക്ക് പോയെന്ന് അന്വേഷിക്കാൻ ഈ രക്ഷിതാക്കള് തയ്യാറാകാത്തിടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ആദ്യം വളരുന്നത്. രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് പേടിയായിരുന്നു. പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു. എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലാം എനിക്കിവിടെ പറയാൻ കഴിയൂല, ഞാനൊരു ഉമ്മയല്ലേ. അപ്പോ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയല്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല. അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മയെ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞൂടാ, അമ്മയെ തിരിച്ചറിഞ്ഞൂടാ, സമൂഹത്തെ കൊലപാതകം, പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് 21 വയസ്സായ മോനിൽ നിന്ന്. ഒരു അതിഭീകരമായിട്ടുള്ള സംഭവമാണ്. 21 വയസ്സായ മകൻ സ്വന്തം ഉമ്മയെ തിരിച്ചറിയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാവം ഉമ്മച്ചവർ ആ ഒരു പയ്യൻ ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് അവർ പറയാതെ പറഞ്ഞു പോകുന്നത്. ആ പാവ ഉമ്മയ്ക്ക് അത് തുറന്നു പറയാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. കാരണം ഈ മയക്കുമരുന്ന് അകത്ത് എന്നിട്ട് തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ആരാണ്, അവരെന്താണ്, അവർ തന്നെ നോക്കി ചിരിക്കുകയാണോ, മുമ്പിൽ നിൽക്കുന്ന ഉമ്മയാണോ, സഹോദരിയാണോ, ഇനി വേറെ ആരെങ്കിലും ആണോ, ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വേറൊരു മെന്റാലിറ്റിയിലേക്ക്, വേറൊരു മാനസികാവസ്ഥയിൽ ഇവരൊക്കെ മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് എന്താ നടക്കുന്നൊന്നും അറിയില്ല, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്ക് അറിയുന്നില്ല. എത്രയ്ക്കും ഒരു വലിയ അവസ്ഥയിലേക്ക് മയക്കുമരുന്ന് ഇവരെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ോടും പറയാനുള്ളത്, കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത്. അപ്പൊ നമ്മളെ മക്കളെ കയ്യിൽ ഇതുപോലുള്ള എന്തെങ്കിലും, അത് ഇപ്പൊ സ്മെല്ലില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട്, പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്ന് നേരെയാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടതുപോലെ ഇനി എനിക്ക് ആശ്രയമാവേണ്ട ഒരു കാലത്ത് ഞാൻ ഇന്ന് ഒറ്റപ്പെട്ടു പോയി. എന്റെ മോനെ അത്രയും സ്നേഹിച്ചിരുന്നു. ഈ അടുത്ത കാലത്താണ് ഈ ഒരു അവസ്ഥയിലേക്ക് എന്റെ മോൻ എവിടെയെന്ന് എനിക്ക് അറിയാൻ കഴിയണില്ല. സങ്കടകരമായ കാഴ്ചയാണ് ഇത്. കാണിച്ചു തരാൻ വഴിയില്ല. എവിടെ ജീവിച്ചിരുന്നാലും ഈ വീഡിയോ കാണുന്നുണ്ട്. ഇവിടെയാണ് ഒരു അമ്മ എന്ന് പറയുന്ന ഒരു സങ്കല്പം എത്ര വലുതെന്നൊക്കെ മനസ്സിലാവുക. ഇത്ര അധികം ആ ഒരു പാവം ഉമ്മച്ച് അവർ ഉപദ്രവിച്ചിട്ടും ഇവർ അവസാനം പറയുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്കണം. എങ്കില് എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്കുക,
ലഹരിയിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുക. എവിടെ ഇരുന്നാലും എന്റെ ദുആ ഉണ്ടാവും. എനിക്ക് നിന്നെ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റൂല. എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ്. എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കും. ഇൻഷാ അല്ലാഹ്. ആ ഒരു നിമിഷത്തിൽ അവതാരിക പോലും അവിടെ കരഞ്ഞു പോയി എന്നുള്ളതാണ്. കാരണം ഇത്ര അധികം ഉപദ്രവിച്ചിട്ടും ആ മകനോട് ഒരു ദേഷ്യവും ഉമ്മയ്ക്കില്ല. അവൻ തിരിച്ചു വരും, തന്നെ ഒരു ഉമ്മ എന്ന രീതിയിൽ തന്നെ കാണും, തന്നെ സംരക്ഷിക്കും, തനിക്ക് വേണ്ടിയിട്ട് ഭാവിയിൽ ആ മകനോടൊപ്പം ജീവിക്കാൻ കഴിയും. ഒറ്റ മാനം ഉണ്ടായിരിക്കുള്ളൂ തോന്നുന്നുണ്ട്. ഒരുപക്ഷെ അതൊന്നും അല്ലാത്ത രീതിയിൽ മാറി എന്നതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ. ഇതിന്റെ അവസാനം ഞാൻ കേൾപ്പിക്കാം, ഒരു ചെറിയ പോർഷൻ കൂടി ഇടാം. ഇതെല്ലാം അറിഞ്ഞ് അവസാനം ഇവനെ രാത്രി മയക്കുമരുന്ന് കൊടുക്കാൻ വേണ്ടി വിളിക്കുന്ന ഒരാളുടെ ഫോൺ കോൾ അവസാനം ഈ ഉമ്മച്ചി അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അറ്റൻഡ് ചെയ്തിട്ട് അവസാനം അവരോട് ചോദിച്ചു, എൻ്റെ മകനെ നിങ്ങൾ എന്തിനു നശിപ്പിക്കുന്നു എന്ന് ചോദിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞൊരു ഉത്തരമുണ്ട്. അത് ആ ഉമ്മച്ചിയുടെ വായിൽ തന്നെ നിങ്ങൾ കേൾക്കുക, എന്നിട്ട് ബാക്കി നിങ്ങൾ തീരുമാനിക്കേണ്ടതാണ്. ബൈ. മനസ്സിലാക്കിയത് മാത്രമല്ല, അങ്ങനെ ഒരു ഫോൺ കോൾ മോന്റെ ഫോണിലോട്ട് വന്നപ്പോൾ ഞാൻ എടുത്തിട്ട് ഈ വിളിച്ച ആളോട് പറഞ്ഞ്, എന്റെ മോനെ നിങ്ങൾ നശിപ്പിക്കരുത്, എനിക്ക് വേറൊരാളില്ല ആശ്രയം, എനിക്ക് എന്റെ മോനാണുള്ളതെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചുള്ള മറുപടി, ഞങ്ങളിത് വിൽക്കാനാണ് ഇരിക്കുന്നത്, നിങ്ങളെ മോനെ മര്യാദ പഠിപ്പിക്കേണ്ടത് നിങ്ങളാണെന്ന്.